മുണ്ടക്കി ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയും മറ്റന്നാളും ദില്ലിയിൽ രാപ്പകൽ സമരം നടത്തും. സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രത്യേക ധനസഹായം പ്രഖ്യാപിക്കുക, ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം. സമരത്തിന് പിന്തുണയുമായി വിവിധ നേതാക്കൾ പങ്കെടുക്കും. ദുരന്ത നിവാരണത്തിന് സംസ്ഥാനം ആവശ്യപ്പെട്ട 2000 കോടി രൂപ അനുവദിക്കുക, ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ദില്ലി ജന്തർ മന്ദിറിൽ രാപ്പകൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് വയനാട് LDF ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകേണ്ടുന്ന ജനാധിപത്യപരമായ ബന്ധത്തെ അട്ടിമറിക്കാനും ഫെഡറൽ സംവിധാനങ്ങളെ തകർത്തും കൊണ്ട് തികച്ചും കേരളത്തോടുള്ള രാഷ്ട്രീയ വിവേചനം കേന്ദ്രം വെച്ചു പുലർത്തുകയാണ്. അതുകൊണ്ടാണ് ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നത്. ഇതുവരെ ഒരു നയാ പൈസയുടെ സഹായം അവർ നൽകിയിട്ടില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു തന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒന്നും ഗുണം കേരളത്തിന് കിട്ടാതായിപ്പോയി. 1972 വനം വന്യജീവി നിയമ ഭേദഗതി ചെയ്യുക, വന്യമൃഗ പ്രതിരോധത്തിന് 1000 കോടി രൂപ അനുവദിക്കുക, നിലമ്പൂർ, നഞ്ചങ്കോട്, തലശ്ശേരി, മൈസൂരു റെയിൽവേ പാതകൾ നടപ്പിലാക്കുക, വനം, റവന്യൂ വകുപ്പുകൾ സംയുക്ത സർവേ പൂർത്തീകരിച്ച കർഷകർക്ക് പട്ടയം നൽകാൻ കേന്ദ്രം അനുമതി നൽകുക, ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാൻ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിക്കും. ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും കേന്ദ്ര ബജറ്റിൽ പൂർണ്ണമായും കേരളത്തെ തള്ളുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ദുരന്തബാധിതർ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കാളികളാകും. കേരളത്തിൽ നിന്നുള്ള LDF MPമാരും ദേശീയ നേതാക്കളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MPമാരും സമരത്തിൽ പങ്കാളികളാകും. കൈരളി ന്യൂസ്, ദില്ലി.